ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും രാവിലെയൊക്കെ എഴുന്നേറ്റോ? കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടേണ്ടത് കൊണ്ട് എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കണമല്ലേ. ഞാൻ രാവിലെ ചായ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുവാണേ. അപ്പം ഞാൻ രാവിലെ റോയൽ പത്രിയിൽ വിളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് ഇടിയപ്പം വേണമെന്ന്. അങ്ങനെ അവരത് കൊണ്ടു തന്നിട്ട് പോയതാണ്. ചക്കി എഴുന്നേറ്റിട്ടില്ല. ചക്കീനെ വിളിച്ചെണീപ്പിക്കുന്നതിന് മുമ്പ് ചക്കിക്കുള്ള ചായ എടുത്തു വെച്ചിട്ട് വേണം. ചക്കി ബ്രഷ് ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ചായയുടെ ചൂട് പോയി ഇരുന്നോളുമല്ലോ. അപ്പം അത് ചക്കിക്കുള്ള ബൂസ്റ്റ് ചായ എടുക്കുവാണ്. കിച്ചുമോനിക്കും ബൂസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മഴയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? രാവിലെ മഴ പെയ്യുന്നുണ്ടോ? ഈ രാവിലെ മഴ പെയ്യുമ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ ഇട്ട് പോകാൻ ബസ്സിലൊക്കെ കയറുമ്പോൾ എന്ത് പാടാല്ലേ. ഒരു വൈകുന്നേരമൊക്കെ മഴയെങ്കിൽ സാരമില്ലായിരുന്നു. രാവിലെ മുതൽ പെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ റോയൽ പത്തിരിയിൽ നിന്ന് കൊണ്ടുവന്ന ഇടിയപ്പമായിരുന്നേ. അത് പാത്രത്തിലേക്ക് പൊടിച്ചിടുവാണ്. ഇന്നലെ വൈകിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ കറി വെക്കണ്ട, ചോറിനുള്ള കറി വെച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്? ഈ റോയൽ പത്തിരിയിൽ നിന്ന് അപ്പം മേടിക്കുന്ന ഇരാറ്റുപേട്ടക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഏത് അപ്പോൾ വാങ്ങുന്നത്? നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്നേ. എൻ്റെ വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്തിട്ട് വേണം ലൈക്കും കമൻറ്റും ചെയ്യാൻ. ഫോളോ ചെയ്യുന്നവരെയാണ് ഞാൻ 30-ാം തീയതിയിലുള്ള വിന്നർ തിരഞ്ഞെടുക്കുകയല്ലേ, അതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഫോളോ ചെയ്യാതെ വീഡിയോസ് ചെയ്തിട്ട് കമൻറ്റിലേക്ക് ഇട്ടിട്ട് കാര്യമില്ല. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ആണെങ്കിൽ ഫോളോ ചെയ്ത് വേണം കാണാൻ. അപ്പോഴേക്കും ചക്കി എഴുന്നേറ്റ് കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം യൂണിഫോം ഒക്കെ ഇട്ട് കൊടുത്ത് അവനെ റെഡിയാക്കി എടുത്ത് ഒരുക്കിയിട്ട് വേണം അവനിക്ക് ഫുഡ് വാരി കൊടുക്കാൻ വേണ്ടിയേ. മഴ പെയ്യുന്ന കണ്ടുകൊണ്ട് ചക്കി എന്നോട് ചോദിക്കുവാണ്, ചക്കിക്ക് ഇന്ന് ലീവ് കൊടുക്കാവോ എന്ന്. രാവിലെ മഴ പെയ്താൽ ചക്കിക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ചക്കിക്ക് ലീവ് വേണം. ചക്കി ഇപ്പോൾ സുന്ദരനായില്ലേ, അടിപൊളിയായില്ലേ. ചക്കിയുടെ മുടിയൊക്കെ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ചക്കിനെ റെഡിയാക്കി എടുത്ത്. നിങ്ങളുടെയൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയുമോ മഴയാണെങ്കിൽ ലീവ് തരാമോ എന്നൊക്കെ? ഈരാറ്റുപേട്ടക്കാരല്ലാത്തവരോടാണ്. അവരെല്ലാം DM-ൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു ചക്കി ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. ചക്കി ഈരാറ്റുപേട്ട അൽമനാർ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അതുപോലെ കിച്ചുമോൻ ഏത് കോളേജിലാണെന്ന് ചോദിച്ചത്. കിച്ചുമോൻ പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ് ഡിപ്ലോമ കോഴ്സാണ്. അപ്പം +1 +2 പോകാതെ 8, 9, 10 പോളിയിലാണ് പഠിച്ചത്. തീക്കോയി പഞ്ചായത്ത് വഴിയിൽ. അവിടെ നിന്ന് നേരിട്ട് ഡിപ്ലോമ കോഴ്സ് എടുത്ത് അങ്ങനെ പോയതാണ്. കിച്ചുമോനിക്ക് കോളേജ് ബസ് ഉണ്ട് പോകാൻ. 8:40 അവൻ്റെ കോളേജ് ബസ് വരും. ചക്കിക്ക് 8:50 ചക്കിയുടെ സ്കൂൾ ബസ്സും. അപ്പോൾ 2 പേർക്കുള്ള ടിഫിനൊക്കെ എടുക്കുവാണ്. കിച്ചുമോൻ അവൻ്റെ അടുത്ത് ബാഗ് വെച്ചോളും. ചക്കിയുടെ പിന്നെ എടുത്ത് ബാഗിലൊക്കെ വെച്ച് ഇനി ചക്കിനെ കൊണ്ടുപോയി വിട്ടിട്ട് വരണം. രാവിലെ പിള്ളേർ പോകുന്ന സമയമായപ്പോഴത്തേക്ക് നല്ല മഴയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ചക്കിക്ക് സാരമില്ല. ചക്കിനെ ഞാൻ ബസ്സേ കയറ്റി വിടും, കുടയും കൊണ്ടുപോയി. പക്ഷേ കിച്ചുമോൻ ഇങ്ങനെ നിൽക്കുമോ, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അവൻ കുട കൊണ്ടുപോകാറില്ല. കുട കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവൻ ഉടനെ പറയും ന്യൂജൻ പിള്ളേർ കുട ഉപയോഗിക്കാറില്ലെന്ന് പറയും. അങ്ങനെ ചക്കിനെ കൊണ്ടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നേ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ലൈക്കും കമൻറ്റും ഇടണേ, മറക്കല്ലേ.